ഒന്നിൽ കൂടുതൽ തവണ കാണാനുള്ളത്. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും, ഒരു മാസ് ഓഡിയൻസിന് ഇഷ്ടപ്പെടും, എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എടുത്തു വെച്ചത്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര കണക്ഷനാണ്. നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു തരുൺമൂർത്തി റിയലിസ്റ്റിക് അപ്രോച്ചിലൂടെ മോഹൻലാലിനെ പുതിയതായിട്ട് അവതരിപ്പിക്കുക. അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് മുഴുവൻ നമുക്ക് ആ ഒരു വൈബ് കിട്ടുന്ന പോലത്തെ അനുഭവമാണ്. സെക്കൻഡ് ഹാഫ് വേറെ തന്നെ, പുതിയൊരു അവതാരം എന്നൊക്കെ പറയില്ലേ, ഗംഭീരം. പറഞ്ഞ് സസ്പെൻസിലേക്ക് പോകുന്നില്ല, പക്ഷേ ഗംഭീരം, ഒന്നും പറയാനില്ല, ഗംഭീരം. നല്ല സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ കണ്ടൊരു ഇമോഷണലായിട്ടൊരു പടം കണ്ട് ഇറങ്ങി വന്നേക്കണത്. വളരെ ഹാപ്പിയാണ്. കാരണം ലാലേട്ടനെ നമ്മൾ ആഗ്രഹിച്ചൊരു ലാലേട്ടനെ കിട്ടി. വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഇത് ആക്ച്വലി ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ ഒരു വിൻറ്റേജ് ലാലേട്ടൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെയാണ്. സ്റ്റാർട്ടിങ് അടിപൊളിയാണ്. തുടക്കം ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ കൊണ്ട് നിർത്തുന്നതൊക്കെ നല്ല എൻഗേജഡ് ആയിട്ടാണ്. ശോഭന മോഹൻലാൽ കോംബോ നല്ല രസമുണ്ട്. അത് ദൃശ്യത്തിൽ മീനയും മോഹൻലാലും ഉള്ളതിൻ്റെ ആ ഒരു ലെവൽ തന്നെ ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ടൊരു പടം ഭയങ്കര ത്രില്ലറാണ്. ആ ത്രില്ലർ എലമെൻറ്റ്സ് നല്ല രീതിയിൽ പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര എൻഗേജ്ഡ് ആണ്. ഒരു ഫാൻ ബേസ് ലാലേട്ടൻ എങ്ങനെ കാണാനായിരിക്കുന്നു ആ രീതിയിലുള്ള ഷോട്ടുകൾ സീക്വൻസുകളൊക്കെ പടത്തിലുണ്ട്. സോ ഫാമിലിക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇത് തുടരും എന്നുള്ളൊരു നെയിമില്ല. ആ നെയിമിൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് പടം എൻ്റെ ഇതിൽ 5 തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ പടമാണ്. ക്ലൈമാക്സ് ഒരു ഇമോഷണൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും നിൽപ്പുണ്ട്. ടോട്ടലി പറഞ്ഞാൽ വർത്ത് വാച്ചിട്ടാണ്, തിയേറ്ററെ വാച്ചബിളാണ്, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസുമാണ്. സംഗതി കുറച്ച് അങ്ങനെയുള്ള വിഷയങ്ങളും ഉണ്ട്, പറയാൻ പറ്റില്ല കൂടുതൽ. പക്ഷേ യെസ്, കൊള്ളാം, ഫാമിലിക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി, സൂപ്പർ. പഴയ മോഹൻലാൽ തിരിച്ചു വന്നിട്ടുണ്ട്. അടിപൊളി പടമായിരുന്നു. അതെ, അടിപൊളി പടം. രക്ഷയില്ല, അടിപൊളി പടം, രക്ഷയില്ല. ഒരു 1.5 പടം പറയുന്നില്ല, തിയേറ്ററിൽ പോയി കാണാം. 1.5 പടം. ലാലേട്ടൻ മോഹൻലാൽ തുടരും. ഫിലിം ഭയങ്കര നന്നായിട്ടുണ്ട്. നല്ല ഫിലിം, സൂപ്പർ പടം, അടിപൊളി, തുടരും. സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സിനിമ. കാരണം തരുൺമൂർത്തി എന്ന് പറയുന്ന ഡയറക്ടറെ ആ സൗദി വെള്ളയ്ക്ക ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന വ്യത്യസ്തമായ ജോണറിൽ പോയ സിനിമയ്ക്ക് മുകളിൽ നിൽക്കുന്ന തുടരും മൂവി. ഒരു രക്ഷയില്ല. ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി, അതുപോലെ എൻ്റെ മ്യൂസിക്, അതുപോലെ ഓരോ ഷോട്ടുകൾ, ഇതിൻ്റെ ഡയറക്ഷൻ, അതുപോലെ തന്നെ പാട്ട്, പിന്നെ അഭിനയം. മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് 20 വർഷത്തിന് ശേഷം അവരുടെ കൂട്ടുകെട്ട് എന്താണെന്നുള്ള സിനിമ നമ്മളൊന്ന് കാണുക. ഒരു സാധാരണക്കാരുടെ ഇടയിൽ ഉദ്യോഗസ്ഥ ലോബി കാണിക്കുന്ന വികൃതമായിട്ടുള്ള പരിപാടികൾ എന്താണെന്ന് സിനിമയിലൂടെ നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് ഇത്രയും നാച്ചുറലായിട്ട്, ഇത്രയും സിമ്പിളായിട്ട് അഭിനയിക്കാൻ നമ്മുടെ ലാലേട്ടന് സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ പെർഫെക്ഷൻ, വളരെ അർഹത, വളരെ എനിക്ക് പറയാൻ വാക്കില്ല, അത്രയ്ക്കും പെർഫെക്ഷനാണ് ലാലേട്ടൻ്റെ അഭിനയം. സിമ്പിളായിട്ട് ഒരു വിൻറ്റേജ് ക്യാരക്ടറിനെ ഇത്രയും കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു മലയാളത്തിൽ ഇനി ഒരു നടൻ ഉണ്ടാവില്ല, ഇനി ഒരു നടനില്ല മലയാളത്തിൽ ഇത്രയും പവർഫുള്ളി ക്യാരക്ടർ ചെയ്യാൻ. ലാലേട്ടൻ്റെ മുണ്ട് പറിച്ചുള്ള ആടിയും മാസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റണ്ടുണ്ട്. ആ സ്റ്റണ്ടിൽ തന്നെ നമുക്ക് ആ പൈസ മുതലായി. തിയേറ്റർ എക്സ്പീരിയൻസ് ഫസ്റ്റ് വാച്ച്, അടിപൊളി, സൂപ്പർ, അടിപൊളി. നല്ല പടം. കൊള്ളാം. ആ ഒരു ഫാമിലി ഓഡിയൻസിനുള്ള ആ ഒരു മാസ് ഹീറോക്കുള്ള അതുപോലത്തെ ഒരു മോഹൻലാലിനെ നമുക്ക് കാണാൻ പറ്റും. ശോഭന മാമും ഉണ്ട്. എന്നിരുന്നാൽ പോലും ലാലേട്ടനാണ് ഫുൾ ഓണായിട്ട്. ഭയങ്കര രസമാണ്. ഈ അടുത്ത് ലാലേട്ടൻ്റെ കണ്ണ് നിറഞ്ഞ് തിയേറ്ററിൽ ഇറങ്ങി വേണ്ട ഒരു സിനിമ. അത്രയും സൂപ്പർ മൂവി. ലാലേട്ടന് ശോഭനേച്ചി കുറേ വർഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ കണ്ടപ്പോൾ നല്ല രീതിയിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഒരു പഴയ ലാലേട്ടനെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു എനർജറ്റിക് പെർഫോമൻസ്, ക്ലൈമാക്സ് കണ്ട് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ഇറങ്ങിപ്പോയി. സൂപ്പർ മൂവി.